ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? അപ്പൊ അതിന്റെ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു ബ്ലോക്കിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് കുറച്ച് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ബേസിക് അതിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു, നമുക്ക് ശരിയായിട്ടുള്ള ഡിസിഷനും എടുക്കാം, തെറ്റായിട്ടുള്ള ഡിസിഷനും എടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു കണ്ടീഷൻ തരും, ആ കണ്ടീഷന്റെ ബേസിലായിരിക്കും നമ്മൾ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു കണ്ടീഷന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കോഡ് എക്സിക്യൂട്ട് ചെയ്യണത്. അത്രേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. നമ്മൾ ഒരു കണ്ടീഷൻ തരും, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യണം കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യണം കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് വരുമ്പോൾ നമുക്ക് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് 4 ഉണ്ട്. ഒന്ന് ഇഫ്, ഒന്ന് ഇഫ് എൽസ്, ഒന്ന് എൽസ് ഇഫ്, ഒന്ന് സ്വിച്ച്. ഈ നാല് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ അത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എന്നുള്ളൊരു കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. എന്നിട്ട് പരാന്തിസിന്റെ അകത്ത് ഒരു കണ്ടീഷൻ എഴുതും. ഇഫ് പരാന്തിസിന്റെ അകത്ത് ഒരു കണ്ടീഷൻ, എന്നിട്ട് കള്ളി ബേസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യണം, കോഡ് എഴുതുന്നത്. അതിന്റെ അകത്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യും. അപ്പൊ ഇതൊരു ബ്ലോക്കായി. ഇത് നമ്മളെ ഇഫ് കണ്ടീഷൻ, ആ ഇഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബ്ലോക്ക്. ഇതിന് നമുക്ക് ഇഫ് ബ്ലോക്ക് എന്ന് പറയാം. ഇപ്പൊ സിന്റാക്സ് എങ്ങനെയാണ്, ഇഫ് പാരാന്തിസിനകത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ, താഴെ എൽസ്, താഴെ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് കർലി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഇഫിന്റെ സിന്റാക്സ്. ഇതാണ് സിമ്പിൾ ഇഫിന്റെ സിന്റാക്സ്. സിമ്പിൾ ഇഫും എല്ലാം ഒന്നാണ്, സെയിം ആണ്. അപ്പൊ ഇതാണ് ഇഫിന്റെ സിന്റാക്സ്. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ 1 = 1, 1 not equal to 0, a greater than b, അങ്ങനത്തെ എക്സ്പ്രഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ എപ്പോൾ ട്രൂ ആവോ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എപ്പോൾ ട്രൂ ആവോ അപ്പോൾ മാത്രമേ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ ഒരു ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതുന്നെങ്കിൽ ഓക്കെ, ഇഫ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബൂളിയൻ വാല്യൂ കൊടുക്കുകയാണ്. ബൂളിയൻ വാല്യൂ എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ ട്രൂ ഒരു ബൂളിയൻ വാല്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് കള്ളി ബേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്, എന്നിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ബോഡി എഴുതുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. ലോഗ് വി ആർ ഇൻ ഇഫ് ബ്ലോക്ക്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കോഡ് എഴുതിയപ്പോൾ എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഉത്തരം കിട്ടിയതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ ഇഫിന്റെ കണ്ടീഷൻ എന്തിനാണ്, ട്രൂ ആയിരിക്കണം. അപ്പൊ ഇഫ് വർക്ക് ആവണ ഒറ്റ രീതിയേ ഉള്ളൂ. ഇഫിന്റെ അകത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫിലെ ബോഡിക്കകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അവിടെ ഡയറക്റ്റ് ട്രൂ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കണ്ടീഷൻ ശരിയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഡയറക്റ്റ് നമ്മൾ ആ ഇഫ് ബ്ലോക്കിനകത്ത് കയറിയത്. പിന്നെ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫാൾസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇഫിനകത്ത് കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഇഫ് ബ്ലോക്കിനകത്ത് കയറത്തുള്ളൂ. കണ്ടീഷൻ തെറ്റാണെങ്കിൽ താഴെ എന്ത് ലൈൻ ഉണ്ടോ അത് വർക്കാവും. താഴെ ഏത് ലൈനാണോ ഉള്ളത് അത് വർക്കാവും. ഔട്ട് ഓഫ് ഇഫ് എനിക്ക് കണ്ട ഔട്ട് ഓഫ് ഇഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, താഴോട്ട് വരും. താഴെ എത്ര ലൈൻ ഓഫ് കോഡ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമിലെ ലോജിക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോയിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും ഇഫ് വെച്ചിട്ട്. അപ്പൊ അതിൽ തന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ ലെറ്റ് നൈം ഈസ് ഈക്വൽ ടു അമല എന്നിട്ട് ഞാൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഒരു എക്സ്പ്രഷൻ എഴുതുകയാണ്, നൈം ഈക്വൽ ടു സോന കൊടുത്ത് എനിക്ക് ഔട്ട്പുട്ട് എന്തോന്ന്, ഔട്ട് ഓഫ് ഇഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൽ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ അമൽ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നൈം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്ത് വാല്യൂ ആണ് ഇരിക്കുന്നത്, അമല എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇരിക്കുന്നത്. നൈം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് അമല എന്നുള്ള വാല്യൂ ആണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇഫിന്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കും, നൈം ഈക്വൽ ടു സോനയാണ് ചെക്ക് ചെയ്ത് നോക്കും. ഈക്വൽ ടു കൊടുക്കാൻ നേരത്ത് രണ്ട് സൈഡും ചെക്ക് ചെയ്ത് നോക്കും. ലെഫ്റ്റ് സൈഡും ചെക്ക് ചെയ്ത് നോക്കും, റൈറ്റ് സൈഡും ചെക്ക് ചെയ്ത് നോക്കും. രണ്ട് സൈഡും സെയിം ആണെങ്കിൽ അതിന്റെ ഓവറോൾ ആൻസർ ട്രൂ ആയിരിക്കും. രണ്ട് സൈഡും തെറ്റാണെങ്കിൽ ഫാൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് തെറ്റാണെങ്കിലും ഫാൾസ് ആയിരിക്കും. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നൈം എന്ന വേരിയബിളിനകത്ത് അമലയും അതിന്റെ റൈറ്റ് സൈഡിലും സോനയാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് സെയിം അല്ല. സോ എന്ത് ചെയ്യും, ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പൊ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം താഴെയുള്ള കോഡ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ.
ഇനി കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ നൈം എന്ന വേരിയബിളിന്റെ അകത്ത് ഇപ്പൊ ഞാൻ എന്തായിട്ട് റൈറ്റ് ചെയ്ത് സോന എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത്, എന്നിട്ട് നൈം ഈക്വൽ ടു സോന ട്രൂ ആണ്, രണ്ട് സൈഡും സെയിം ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് പറയും, ശരിയാണെങ്കിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് ബ്ലോക്കിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്കിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കോഡ് താഴെ എന്തൊക്കെ കോഡ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് വി ആർ ഇൻ ഇഫ് ബ്ലോക്ക് ഒന്ന് ഫസ്റ്റ് എക്സിക്യൂട്ട് ആയത്. പിന്നെ അത് എക്സിക്യൂട്ട് കഴിഞ്ഞിട്ട് എന്ത് വരും, താഴെ വീണ്ടും ഗ്ലോബൽ സ്കോപ്പിലോട്ട് വരും. അവിടെ വന്നിട്ട് അടുത്ത എന്ത് കോഡ് ഓഫ് ലൈൻ ആണ് ഇരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതാണ് സിമ്പിൾ ഇഫ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഒരു കണ്ടീഷൻ കൊടുക്കാൻ നേരത്ത് ആ കണ്ടീഷൻ ഒന്നില്ലെങ്കിൽ ശരിയാവാം, അല്ലെങ്കിൽ ആ കണ്ടീഷൻ തെറ്റാവാം. അതിന്റെ ബേസ് ചെയ്താണ് ഇഫ് എൽസ് വർക്ക് ആവുന്നത്. ഇപ്പൊ എന്റെ കൺസെപ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഇഫ് എൽസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ശരിയാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇഫിന്റെ അകത്ത് എന്താണ് എഴുതുന്നത് അത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്കിലുള്ള വാല്യൂസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനി അഥവാ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്കിലെ വാല്യൂസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിന്റെ അകത്ത് എഴുതുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് താഴെ പോകും. ഇനി കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ ഇഫ് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഏത് പാർട്ട് നോക്കും, എൽസ് ബ്ലോക്കിലുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇനി അവിടെ ഡയറക്റ്റ് ആയിട്ട് ബൂളിയൻ വാല്യൂ കൊടുക്കുകയാണ് ട്രൂ, എന്നിട്ട് കൺസോൾ ലോഗ് ഇഫ് ബ്ലോക്ക്, എന്നിട്ട് എൽസ് കൺസോൾ ലോഗ് എൽസ് ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് എന്താണ് വന്നത്, ഇഫ് ബ്ലോക്ക് എന്നും പറയാം. നമ്മൾ ഔട്ട്പുട്ട് എന്തായിട്ടാണ് വന്നത്, ഇഫ് ബ്ലോക്ക് ആയിട്ട്. ഔട്ട്പുട്ട് ഇഫ് ബ്ലോക്ക് ആയിട്ട്. കാരണം എന്താണ് ഇവിടുത്തെ കാരണം ഇഫിന്റെ അകത്ത് കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ എപ്പോ ട്രൂ ആവോ അപ്പൊ എന്ത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ, ഇഫിന്റെ അകത്തുള്ള കോഡ് മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. കണ്ടീഷൻ ഫാൾസ് ആയാൽ മാത്രമേ ഇഫ് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ബൂളിയൻ വാല്യൂ ഫാൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫാൾസ് സെറ്റ് ചെയ്യുമ്പോൾ കണ്ട എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടി, എൽസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാണ് കിട്ടിയത്. റീസൺ എന്താണ്, കാരണം നമ്മളെ കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, എൽസ് ബ്ലോക്കിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, വേറൊരു വാല്യൂ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. ലെറ്റ് നം ഈക്വൽ ടു 10, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു എക്സ്പ്രഷൻ എഴുതുകയാണ്. 20 മൈനസ് 10, അതൊരു പാരാന്തസിസിനകത്ത്. ഓക്കെ, 20 മൈനസ് 10 ഈക്വൽ ടു 10. ഓക്കെ, എനിക്ക് എന്താണ് ഉത്തരം കിട്ടിയ, ഇഫ് ബ്ലോക്ക് എന്നാണ് ഉത്തരം കിട്ടിയ. ഇവിടെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, നം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്, സോറി, ഇവിടെ 10 പകരം നം എന്ന് കൊടുത്താൽ മതി, സോറി, അല്ലെങ്കിൽ ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ ഇഫിന്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ എഴുതുകയാണ്. എക്സ്പ്രഷൻ എങ്ങനെയാണ്, 20 മൈനസ് 10, 20 മൈനസ് 10 ഈക്വൽ ടു നം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്ന് വെച്ചാൽ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മിന്റെ അകത്ത് എത്രയാണ് ഇരിക്കണം, 10. അങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ 20 മൈനസ് 10 എത്രയാണ് എനിക്ക് കിട്ടുന്നത്, ഓവറോൾ ആൻസർ 10 എന്ന് കിട്ടും. അപ്പൊ 10 ഈക്വൽ ടു നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഈക്വൽ ടു 10 ആണെങ്കിൽ അപ്പൊ ശരിയാണ്. ശരിയാണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, ശരിയാണെങ്കിൽ നമ്മൾ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്ക്. നമുക്കാണെങ്കിൽ തെറ്റിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 20 മൈനസ് 1 എന്ന് കൊടുത്തു, എനിക്ക് റിസൾട്ട് എന്താ വന്ന്, എൽസ് ബ്ലോക്കേ വന്നു. കാരണം 20 മൈനസ് 1 എത്രയാണ്, 19. 19 ഈക്വൽ ടു ഞാൻ എന്ന് വെച്ചാൽ 19 ഈക്വൽ ടു 10 ആണോ നോക്കും. അല്ല, അല്ലാത്തതുകൊണ്ട് ഏത് പാർട്ട് ഫാൾസ് ആയി. ഫാൾസ് ആയതുകൊണ്ട് ഏത് പാർട്ട് എക്സിക്യൂട്ട് ആയി, എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇഫ് എൽസിന്റെ അകത്ത് ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനി അടുത്ത വരുന്നത് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇപ്പൊ എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ നമുക്ക് പ്രോഗ്രാമിൽ ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കണ്ടീഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് എൽസിഫിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ലാഡർ പോലെ നമുക്ക് കണ്ടീഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് എൽസിഫിന്റെ ഒരു പ്രത്യേകത. അതിപ്പോ എങ്ങനെ പറയാം, അതിന്റെ സിന്റാക്സ് എന്ന് പറയാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ സാധാ സിമ്പിൾ ഇഫ് പോലെ ഇഫ് കണ്ടീഷൻ 1 ആ ഒരു ബ്ലോക്ക്, എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് എഴുതാം. നമുക്ക് അതിന്റെ താഴെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ എഴുതാം. അതിനുവേണ്ടിയാണ് നമ്മൾ എൽസ് ഇഫ് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ എൽസ് എന്നിട്ട് ഒരു ഇഫ്, എൽസ് എന്നുള്ള കീവേഡ് സ്പേസ് ഇഫ്, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ അടുത്തൊരു കണ്ടീഷൻ എഴുതും, എന്നിട്ട് അതിന്റെ ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്യും. ഇത് കണക്ക് ഇഷ്ടം പോലെ എൽസ് ഇഫ്, ഇഷ്ടം പോലെ ഈ കണ്ടീഷൻ ബ്ലോക്ക് വരാം. നമ്മളെ പ്രോഗ്രാമിങ്ങിന്റെ ലോജിക്ക് അനുസരിച്ച് ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാം. ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. ലാസ്റ്റ് എന്തിൽ കൊടുക്കണം, ലാസ്റ്റ് അവസാനിക്കാനുള്ളത് എൽസിലായിരിക്കണം. അത് ഓപ്ഷനാണ്, കൊടുക്കാതെ ഇരിക്കുക. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൽസിഫിന്റെ പോലെ തന്നെയാണ്. ആദ്യം ഇഫിന്റെ അകത്തുള്ള കണ്ടീഷൻ ശരിയാണോ നോക്കും. ഇഫിന്റെ അകത്ത് ഇങ്ങനെ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, ഇഫിലുള്ള ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇഫിലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനി ഇഫിലുള്ള കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ എൽസിലോട്ട് പോകത്തില്ല. പകരം രണ്ടാമത്തെ എൽസ് ഇഫിന്റെ അകത്തുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. നമ്മൾ ഇഫ് എൽസിൽ എങ്ങനെയാണ്, ഇഫിലുള്ള കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ എൽസിൽ പോകും. അതാണ് ചെയ്യുന്നത്. പക്ഷേ എൽസ് ഇഫിൽ അങ്ങനെയല്ല. ആദ്യം ഇഫിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ എവിടെ പോകും, കൺട്രോള് എൽസ് ഇഫിൽ പോയിട്ട് നോക്കും, രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണോ നോക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ എൽസിഫിലുള്ള കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ആ എൽസിഫിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷനും കൂടി തെറ്റാണെങ്കിൽ നേരെ എവിടെ പോകും, എൽസ് ബ്ലോക്കിൽ പോകും. അപ്പൊ അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇഷ്ടം പോലെ കണ്ടീഷൻസ് എഴുതാം. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. അതാണ് എൽസിഫിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആദ്യം ഇഫിലുള്ള കണ്ടീഷൻ നോക്കും. ആദ്യത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യത്തെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ എൽസ് ഇഫിൽ പോകും. എൽസ് ഇഫിലെ കണ്ടീഷൻ നോക്കും. ആ കണ്ടീഷനും കൂടി തെറ്റാണെങ്കിൽ മാത്രമേ നേരെ എവിടെ പോകത്തുള്ളൂ, എൽസ് ബ്ലോക്കിൽ പോകത്തുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് എഴുതാം, ലെറ്റ് പി ഈസ് ഈക്വൽ ടു 5. ഓക്കെ, സിമ്പിൾ പ്രോഗ്രാം ആണ്. ഇഫ് ആദ്യത്തെ കണ്ടീഷൻ എഴുതാം, പി ഈക്വൽ ടു 1 ആണെങ്കിൽ, അല്ലെങ്കിൽ പി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യാം, ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിനാ നമുക്ക് എഴുതാം ഇഫ് ബ്ലോക്ക് അല്ലെങ്കിൽ കണ്ടീഷനുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ എൽസിഫിന്റെ അകത്ത്, എൽസിഫ് അതിന്റെ അകത്തൊരു കണ്ടീഷൻ എഴുതുകയാണ്, പി ഈക്വൽ ടു 3 ആണെങ്കിൽ, പി ഈക്വൽ ടു 3 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ എഴുതാം, കൺസോൾ ലോഗിന്റെ അകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തൊരു എൽസിഫും കൂടി ആഡ് ചെയ്യാണ്, എൽസിഫ് പി ഈക്വൽ ടു 5 ആണെങ്കിൽ, പി ഈക്വൽ ടു 5 ആണെങ്കിൽ ലോഗിന്റെ അകത്ത് യു ആർ ഇൻ കറക്റ്റ് പ്ലേസ്. ഓക്കെ, എന്നിട്ട് എൽസിനകത്ത് നമുക്ക് എഴുതാം ലോഗിന്റെ അകത്ത് ഇൻവാലിഡ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, യു ആർ ഇൻ എ കറക്റ്റ് പ്ലേസ്. കാരണം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വെബ്സൈറ്റ് റിഫ്രഷ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് വന്നത്. നിങ്ങൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ, പെട്ടെന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ റിഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളോട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്, പി എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് 5 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള കോഡ് എഴുതി. ആദ്യത്തിൽ ഇഫ് പി ഈസ് ഈക്വൽ 1 ആണോ ചെക്ക് ചെയ്തു. അപ്പൊ ആണോ, അല്ല, കാരണം പിക്കകത്തിരിക്കുന്ന വാല്യൂ 5 ആണ്. അപ്പൊ 5 ഈക്വൽ ടു 1 ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് നേരെ എവിടെ പോകും, കൺട്രോളർ എൽസിഫിലെ പോകും, രണ്ടാമത്തെ കണ്ടീഷനിൽ പോകും. എന്നിട്ട് വീണ്ടും നോക്കും 5 ഈക്വൽ ടു 3 ആണോ നോക്കും. എന്ന് വെച്ചാൽ പിക്കകത്തിരിക്കുന്ന വാല്യൂ 5 ആണ് പിക്കകത്തിരിക്കണം. അപ്പൊ 5 ഈക്വൽ ടു 3 ആണോ നോക്കും. നോക്കുമ്പോൾ അല്ല, വീണ്ടും ഫാൾസ് ആണ് വന്നത്. സോ കൺട്രോളർ എവിടെ പോകും, അടുത്ത എൽസിഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ എവിടെ ഉണ്ടോ അവിടെ പോകും. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തേക്കും, പിക്കകത്ത് എന്താ വാല്യൂ ആണ് ഇരിക്കണം, 5 ഈക്വൽ ടു 5 ആണോ നോക്കും. ശരിയാണ്, ശരിയായതുകൊണ്ട് എന്ത് കിട്ടും,
ശരിയായതുകൊണ്ട് ഈ ഒരു ബ്ലോക്കിന്റെ അകത്ത് കയറും. ഈ ഒരു എൽസ് ബ്ലോക്കിനകത്ത് കയറിയിട്ട് ആ ഒരു വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നേരെ ഇവിടെ കണ്ടീഷൻ ശരിയായതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പ്രോഗ്രാം തീരും. നേരെ എൽസിന്റെ അകത്ത് കയറത്തില്ല. താഴെ വല്ലതും കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി പോകത്തുള്ളൂ. ട്രൂ ആണെങ്കിൽ അവിടെ വെച്ചങ്ങ് തീരും. ഇനി ഫാൾസ് ആണെങ്കിൽ പിന്നെ ഇവിടെ കണ്ടീഷൻ ഇവിടെ പി സീക്വൽ ടു പിന്നെ ഇവിടെ 9 ആണ് കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ കിട്ടത്തുള്ളൂ. കാരണം ഫാൾസ് ആണ്. കാരണം ആദ്യം പി ഒന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കും, അല്ല. അപ്പൊ വീണ്ടും ഇവിടെ വരും, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും, അല്ല. അപ്പൊ വീണ്ടും താഴെ വരും, പി സീക്വൽ ടു 5 ആണോ നോക്കും, അപ്പോഴും അല്ല, കാരണം പിക്കകത്തിരിക്കണം 9 ആണ്. അപ്പൊ വീണ്ടും വീണ്ടും താഴെ വരും. കാരണം ഈ 3 സ്റ്റേറ്റ്മെന്റ്, ഈ 3 കണ്ടീഷൻസ് ഫാൾസ് ആയതുകൊണ്ട് ഏത് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇൻവാലിഡിറ്റി. ഓക്കെ. പിന്നെ ഒരു ഇഫ് എൽസിന്റെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഓർഡർ ഈവൻ കണ്ടുപിടിക്കുന്നത്. ലെറ്റ് നം ഈക്വൽ ടു 3 ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ, നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർലി ബേസ് യൂസ് ചെയ്യണം. ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ടെങ്കിൽ കർലി ബേസ് യൂസ് ചെയ്യണ്ട, ഡയറക്റ്റ് നമുക്ക് ഇതേപോലെ എഴുതാം. ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ. എൽസ് ഒരു എറർ വന്നേ, കൺസോൾ കോഡ്. ഓക്കെ. അപ്പൊ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർലി ബേസ് യൂസ് ചെയ്യണ്ട. നമുക്ക് ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ടെങ്കിൽ, ഒറ്റ ലൈൻ ഓഫ് കോഡ് മാത്രമേ വരാം. ഒന്നിൽ കൂടുതൽ വരുന്നെങ്കിൽ ഇത് കണക്കൊന്നും എഴുതാനും പറ്റത്തില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഈവൻ നമ്പർ കണ്ടുപിടിക്കാനാണ്, ഗസ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ നമ്മിന്റെ അകത്ത് 3 നമ്പറാണ് കൊടുത്തേക്കുന്നത്. ആ 3 നമ്പർ ഓടാണോ ഈവൻ ആണോ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓടാണോ ഈവൻ ആണോ എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. കോഡ് ഓക്കെ. ഈ ഒരു രീതിക്ക് നമുക്ക് കോഡ് എഴുതാം. ഇതുപോലെ കോഡ് എഴുതാം. ഇഫ് കണ്ടീഷൻ കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, ആ ഇഫ് ബ്ലോക്കിലെ കോഡ് ക്ലോസ് ചെയ്തു, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് എൽസ് കർലി ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിലെ കോഡ് കർലി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതേപോലെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കർലി ബ്രേസ് യൂസ് ചെയ്യാതെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇതിന്റെ കോഡിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിന് 3 വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. 3 വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇഫിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും. മോഡുലസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? റിമൈൻഡർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 3 ÷ 2, ഇപ്പൊ റിമൈൻഡർ 1 ആയിരിക്കും കിട്ടണം. അപ്പൊ 1 ഈക്വൽ ടു 0 ആണോ നോക്കും. 1 ഈക്വൽ ടു 0 ആണോ നോക്കുമ്പോൾ എന്താണ്? അല്ല. കാരണം 1 ഈക്വൽ ടു 0 അല്ല. ഇവിടെ റിമൈൻഡർ ആണ് നോക്കുന്നത്. ഇവിടെ 3 ÷ 2 ആണ് യൂസ് ചെയ്യണം. മോഡുലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ തന്നെയാണ് ചെയ്യണം, പക്ഷേ കോഷ്യന്റിന് പകരം ഏതാണ് റിട്ടേൺ ചെയ്യണം? റിമൈൻഡർ ആയിരിക്കും റിട്ടേൺ ചെയ്യണം. അപ്പൊ 1 ഈക്വൽ ടു 0 നോക്കുമ്പോൾ അല്ല. ഈ കണ്ടീഷൻ തെറ്റായി പോയി, ഫാൾസ് ആയി പോയി. ഫാൾസ് ആകുമ്പോൾ എന്ത് വരും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ എവിടെ എക്സിക്യൂട്ട് ചെയ്യും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഓഡ് എന്ന് പറഞ്ഞ് വന്നത്. അപ്പൊ ഞാൻ ഇവിടെ 12 നമ്മിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് എന്ത് കിട്ടും? ഈവൻ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള ഓൾ ഓർ ഈവൻ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. ഇനി അടുത്തുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എന്ത് പറയാം? ഒരു ബ്രാഞ്ച് എന്ന് തന്നെ പറയാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു ബ്രാഞ്ച് പോലെ എന്ന് പറയാം. ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്താണ് വർക്ക് ആവുന്നത്. ആ എക്സ്പ്രഷന്റെ കേസ് എപ്പോൾ മാച്ച് ആവോ, ആ കേസുമായിട്ട് എപ്പോൾ മാച്ച് ആവോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സെക്ഷനിലെ കോഡ് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു എക്സ്പ്രഷൻ കൊടുക്കും. ആ എക്സ്പ്രഷൻ ഏതെങ്കിലും കേസ് ആയിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ ആ കേസിലുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഇതിലേതെങ്കിലും ഒരു കേസുമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ ആ മാച്ച് ചെയ്യുന്ന പാർട്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഈ ഒരു കേസിൽ ഒന്നിലും വന്നില്ലെങ്കിൽ ഏത് പാർട്ട് മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ? ഈ ഡിഫാൾട്ട് എന്ന് പറഞ്ഞ കോഡ് ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ ആദ്യത്തെ കേസാണ്, ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ കേസാണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര കോഡ് വരാം? ഇഷ്ടം പോലെ കോഡ് വരാം. അപ്പൊ അത്രയും കോഡ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ കേസും അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ബ്രേക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനാണ്.
ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങാനാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പൊ സ്വിച്ചിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എങ്ങനെ പറയാം, ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഗെയിം ഒക്കെ എടുക്കാൻ നേരത്ത് അതിന്റെ തുടങ്ങില്ലേ സ്റ്റാർട്ട് ഓപ്ഷൻ, റെസ്യൂം ഓപ്ഷൻ, എക്സിറ്റ് ഓപ്ഷൻ, അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്റർ ദിസ് കീ, അല്ലെങ്കിൽ ക്ലിക്ക് എ ഓപ്ഷൻ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോനെ കാര്യം, നമുക്ക് തോനെ കോഡ് ഓരോ എക്സ്പ്രഷനകത്ത് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഓരോ കേസിനകത്ത് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഈ ഒരു കേസിന്റെ അകത്ത് ഈവൻ ഓർ ആവാം, അങ്ങനെ ഇഷ്ടംപോലെ ഓരോ ലോജിക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ആവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കും. ആ എക്സ്പ്രഷൻ ഈ കേസുമായിട്ട് എവിടെയെങ്കിലും മാച്ച് ആവണം. ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഈ കേസുമായിട്ട് എവിടെയെങ്കിലും മാച്ച് ആയാൽ ആ കേസിലുള്ള ആ കേസിലുള്ള കോഡ് മാത്രം എക്സിക്യൂട്ട് ആകുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ കേസ് കൊടുക്കുക, രണ്ടെണ്ണമല്ല, ഇഷ്ടം പോലെ കേസ് കൊടുക്കാം. അതാണ് ഒരു മൾട്ടി ബ്രാഞ്ച് എന്ന് പറയുന്നത് സ്വിച്ചിന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കേസിനകത്ത് കോഡ് എഴുതുമ്പോഴും എന്ത് ചെയ്യണം, ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യണം. ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും താഴത്തെ കേസ് എക്സിക്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ കേസുള്ള കോഡ് എഴുതുന്ന വെച്ചോ, എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചോ, ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇവിടെ വെച്ച് നിൽക്കത്തില്ല. ഈ കേസുള്ള മാത്രം നിൽക്കാതെ എന്ത് ചെയ്യും, അടുത്ത കേസുള്ള വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ചിനകത്ത് എപ്പോഴും ബ്രേക്ക് കൊടുക്കണം. കോഡിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കീവേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബ്രേക്ക് കീവേഡ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സിക്യൂട്ട് ആവാൻ വേണ്ടി, ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവാനാണ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം. ഇപ്പൊ സ്വിച്ചിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഗ്രേഡും ഒന്ന് റിസൾട്ടും. ഇപ്പൊ ഗ്രേഡിന്റെ അകത്ത് ഒരു വാല്യൂ, ഒരു സ്ട്രിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബി. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്വിച്ചിന്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ്, അതാണ് ഗ്രേഡ്. ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന സംഭവം ബി ആണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ കേസായിട്ടുള്ള വാല്യൂസ് മാച്ച് ചെയ്ത് നോക്കും. ഇപ്പൊ ഗ്രേഡിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ എന്താണ്, ബി. ഇപ്പൊ ഇവിടെ വന്ന് നോക്കും, ആദ്യത്തെ കേസ് നോക്കും. ആദ്യത്തെ കേസിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ എന്താണ്, എ ആണ്, മാച്ച് അല്ല. അപ്പൊ എന്ത് ചെയ്യും, രണ്ടാമത്തെ കേസിൽ പോകും. രണ്ടാമത്തെ കേസ് ഇരിക്കുന്ന വാല്യൂ എന്താണ്, ബി ആണ്. അപ്പൊ രണ്ടാമത്തെ കേസ് ശരിയാണ്, ആ എക്സ്പ്രഷൻ ട്രൂ ആണ്. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ അതിലുള്ള ബ്ലോക്ക് കയറും. ആ ബ്ലോക്കിനകത്ത് എന്താണ് കൊടുത്തത്, റിസൾട്ട് ഈക്വൽ ടു ബി ആവറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിസൾട്ട് എന്ന വേരിയബിളിനകത്ത് എന്തോ ഈ ഒരു സ്ട്രിങ് പോകും. എന്നിട്ട് ഇവിടെ ബ്രേക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, നേരെ സ്വിച്ചിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യും. അതാണ് ബി ആവറേജ് എന്ന് പറഞ്ഞ് വന്നത്. ഇപ്പൊ ഇവിടെ ഗ്രേഡ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എനിക്ക്, എ എക്സലന്റ് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ്, ഗ്രേഡ് ആണ് ഇവിടുത്തെ എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്താണ്, എ. എന്നിട്ട് ഓരോ കേസിലെ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും, കേസ് എയിലെ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ആ ഒരു കേസ് എയിലെ വാല്യൂം ഗ്രേഡിൽ ഇരിക്കുന്ന വാല്യൂ സെയിം ആണ്, ശരിയാണ്. ശരിയായതുകൊണ്ട് എന്ത് എക്സിക്യൂട്ട് ചെയ്യും, കേസ് എയിലെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഞാൻ ഇപ്പൊ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ താഴെ പോകും, കടാ. ബി ആവറേജ് എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കണേ, ഗ്രേഡ് എ ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത, എന്നിട്ട് എക്സ്പ്രഷൻ ഗ്രേഡ് പാസ് ചെയ്ത്, എ ആണ് പാസ് ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് കേസ് നോക്കുമ്പോൾ ആ കേസിലെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, ആ എക്സ്പ്രഷന്റെ വാല്യൂ കേസ് വാല്യൂ ആയിട്ട് മാച്ച് ആവുമ്പോൾ ആ ഒരു ബ്ലോക്ക് കയറും. ആ ബ്ലോക്ക് കയറിയിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും. എക്സലന്റ് എന്ന് പറഞ്ഞ വാല്യൂ റിസൾട്ടിനകത്ത് സ്റ്റോർ ചെയ്യും. പക്ഷെ ഇവിടെ ബ്രേക്ക് കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നേരെ അടുത്ത കേസ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ ഇങ്ങനെ മാച്ച് ആണോ നോക്കത്തില്ല, ആദ്യം ഒരു തവണ മാത്രമേ മാച്ച് ആണോ നോക്കത്തുള്ളൂ. ആ ബ്രേക്ക് കൊടുക്കാത്തതുകൊണ്ട് അടുത്ത കേസ് വരും. അടുത്ത കേസ് വരാൻ നേരത്തെ എന്ത് ചെയ്യും, റിസൾട്ട് ഈക്വൽ ടു ആവറേജ്, ബി ആവറേജ് എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി കിടക്കണ റിസൾട്ട് എക്സലന്റിനെ റീപ്ലേസ് ചെയ്ത് എന്ത് വരും, ബി ആവറേജ് എന്ന് പറയും. കാരണം ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്, ആ ലൊക്കേഷനകത്ത് വാല്യൂ നമുക്ക് മാറ്റാം, അതാണ് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ നടന്നത്. അപ്പൊ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അടുത്ത കേസിലോട്ട് വാല്യൂ പാസ്സായി പോവാം. നിങ്ങൾക്ക് വേരിയബിളിന്റെ ആ റീപ്ലേസ്മെന്റിന്റെ ഐഡിയ ഒന്നുമില്ലേ? ഇപ്പൊ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 10, എ പ്രിന്റ് ചെയ്ത് 10 എന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു മെമ്മറിക്കകത്ത് വേറൊരു വാല്യൂ ഉണ്ട്, എനിക്ക് റീപ്ലേസ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ അടുത്ത വാല്യൂ എന്തായിരിക്കും, 30 ആയിരിക്കും. അതാണ് ഇവിടെ നടന്നത്. റിസൾട്ട് ആദ്യം എം ഡി ആയിരുന്നു. ആദ്യത്തെ കേസും എക്സ്പ്രഷൻ മാച്ച് ആയതുകൊണ്ട് എ എക്സലന്റ് സ്റ്റോർ ആയി. പക്ഷേ ബ്രേക്ക് കൊടുക്കാത്തത് കൊണ്ട് എന്ത് എനിക്ക് വന്ന് അടുത്ത കേസ് കയറിയിട്ട് ആ വാല്യൂ അപ്ഡേറ്റ് ആയി.
അപ്ഡേറ്റ് ആയിട്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് എന്ത് കിട്ടി? റിസൾട്ട് പ്രിന്റ് ചെയ്ത്. ഇനി ഞാൻ ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ കേസുമായിട്ട് മാച്ച് അല്ലെങ്കിൽ എന്ത് ഡിസ്പ്ലേ ആയി വരും? ഡിഫാൾട്ടിലുള്ള കോഡ് ഡിസ്പ്ലേ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ കേസുമായിട്ട് ഒന്നുമായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും? ഡിഫാൾട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഡിഫാൾട്ടിനകത്ത് ബ്രേക്ക് എടുത്ത് കൊടുക്കണ്ട ഓപ്ഷനിലാണ്. കൊടുക്കാതെ ഇരിക്കാം. ഡിഫാൾട്ടിനകത്ത് ബ്രേക്ക് കൊടുക്കണ്ട, അത് ഓപ്ഷനാണ്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഡിഫാൾട്ട് എത്തുമ്പോ ആ ഒരു സ്വിച്ച് നിന്ന് പുറത്തിറങ്ങിക്കോ.